നാടിൻ്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്നലെ അതിലെ ലോക വനിതാ ദിനമാണ്. നമ്മുടെ നാട്ടിലെല്ലാം വനിതാ പരിപാടികളാണ്. ക്ലബ്ബുകളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നടത്തും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് കാണാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ സമ്മേളനങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ച്, സ്ത്രീയുടെ ഉണർത്തലിനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ ഈ പരിപാടികൾ 90% സംഘടിപ്പിക്കുന്നത് പുരുഷന്മാരാണ്. അവിടെ വന്ന് പലരും അധ്യക്ഷരാകുന്നു, ചിലപ്പോൾ ഉദ്ഘാടകരാകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവരാരും അടുത്ത ഒരു വർഷമെങ്കിലും, ഇപ്പോൾ ഈ മാർച്ച് 8 കഴിഞ്ഞ് 2027 മാർച്ച് 8 ആകുന്ന ആ ഒരു വർഷ കാലയളവിലെങ്കിലും അവരൊരു എൻറിച്ച് ചെയ്യാനായിട്ടോ അവർ സ്വയം ഒന്ന് മുന്നോട്ട് വരാനായിട്ടോ ഈ പുരുഷന്മാരെ മാറ്റി നിർത്തി മുഴുവൻ ചടങ്ങുകളും സംഘടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്വന്തമായി സംഘടിപ്പിക്കുന്ന തരത്തിലുള്ള ആർജവം ഉണ്ടാക്കാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് നിരന്തരം ഇത്തരം പരിപാടികൾക്ക് നേരിട്ട് പോയി കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. പുരുഷന്മാരാണ് പലരും നയിക്കുന്നത്. പലരിടത്തും പേരുകളിൽ നിങ്ങൾ അങ്ങനെ പോയി പറ, ഇങ്ങനെ പോയി പറ എന്നൊക്കെ പുരുഷന്മാർ പറയും. നമുക്ക് കൗതുകത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ ആ സ്ഥിതി മാറണം എന്ന് നാട്ടുവട്ടം ആഗ്രഹിക്കുന്നു. അടുത്ത വർഷമെങ്കിലും സ്ത്രീകൾ സംഘടിപ്പിക്കുന്ന, സ്ത്രീകൾ സ്വയം നടത്തുന്ന ഒരു സമ്മേളനം കാണാൻ നാട്ടുവട്ടത്തിന് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. പ്രിയമുള്ളവരെ, ഞാൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. നമ്മെ നിശബ്ദമായി സ്പർശിക്കുന്ന 6 മിനിറ്റ് 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സിനിമയെക്കുറിച്ചുള്ള ആസ്വാദനമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ചില സിനിമകൾ വലിയ കഥാപശ്ചാത്തലങ്ങളാലോ അതിശയിപ്പിക്കുന്ന രംഗങ്ങളാലോ നമ്മെ പിടിച്ചിരുത്തും. എന്നാൽ ചിലത് വളരെ ലളിതമായി ശബ്ദമില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ലൈല ക്രിയേഷൻസിൻ്റെ 27ാമത്തെ സിനിമയായ മനോഹരം അത്തരത്തിൽ ഒന്നാണ്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ലാളിത്യമാണ്. തൻ്റെ ഈ പുതിയ സിനിമയിലൂടെ സംവിധായികയായ LT ധർമ്മ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങൾക്കുള്ളിലെ വലിയ അർത്ഥം കാണിച്ചു തരികയാണ്. നമ്മൾ പലപ്പോഴും തിരക്കിനിടയിൽ മറന്നുപോകുന്ന പ്രകൃതിയുടെ സൗന്ദര്യം, മനുഷ്യബന്ധങ്ങളുടെ നിശബ്ദത, ഒരു പുഞ്ചിരിയുടെ വില, ഇവയെല്ലാം വളരെ സ്വാഭാവികമായി സിനിമ നമുക്ക് മുന്നിലെത്തിക്കുന്നു. ദൃശ്യങ്ങളാണ് ഈ സിനിമയിൽ കൂടുതൽ സംസാരിക്കുന്നത്. ഓരോ രംഗവും ഒരു ചിത്രപടം പോലെ നമ്മുടെ മുന്നിൽ വിരിയുന്നു. പ്രകാശവും നിഴലും ചേർന്ന് മനസ്സിൽ ഒരു പ്രത്യേക വികാരം സൃഷ്ടിക്കുന്നു. ക്യാമറയുടെ ചലനങ്ങൾ പോലും നമ്മെ ആ രംഗത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ സിനിമ കാണുന്നില്ല, ആ നിമിഷം അനുഭവിക്കുകയാണ് എന്ന്. ആർ തുളസിയുടെ ശ്രദ്ധേയമായ അഭിനയം പോലെ തന്നെ സംഗീതവും ഈ സിനിമയുടെ ഹൃദയമിടിപ്പാണ്. ഇതിലെ പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തിൻ്റെയും വികാരങ്ങളെ ശക്തമാക്കും. വാക്കുകളില്ലാത്തിടത്ത് സംഗീതം തന്നെ വികാരങ്ങളുടെ ഭാഷയായി മാറുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ കാണുമ്പോൾ ഒരു ശാന്തതയും ഒരുപാട് ആത്മീയമായ ഒരു അനുഭവവും നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൻ്റെ സൗന്ദര്യം വലിയ സംഭവങ്ങളിലല്ല, ചെറിയ നിമിഷങ്ങളിലാണ് എന്ന ലളിതമായ സന്ദേശമാണ് ഈ സിനിമ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ശ്രദ്ധയോടെ കാണാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ നിമിഷവും ആസ്വദിക്കാനും ജീവിതത്തെ സ്നേഹിക്കാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. സിനിമ അവസാനിച്ചാലും അതിലെ ചില ദൃശ്യങ്ങൾ
നമ്മുടെ മനസ്സിൽ തുടർന്നും ജീവിക്കും. അതാണ് ഒരു നല്ല സിനിമയുടെ വിജയവും. വനിതാ ദിനത്തിൽ വനിതാ ഓട്ടോ ഡ്രൈവർമാരെ ആദരിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ആദരവ് നൽകി. കുണ്ടറ ആശുപത്രിമുക്ക് ചിന്നൂസ് ഫാഷൻ ജുവലറിയും എൻഫോഴ്സ്മെൻറ്റ് RTOയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചിന്നൂസ് ഫാഷൻ ജുവലറി മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലിഫ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് RTO AK ദീലു അധ്യക്ഷത വഹിച്ചു. സീനിയർ MBA അനിൽ നന്ദി പറഞ്ഞു. കൂടുതൽ വനിതകളെ ഓട്ടോറിക്ഷ മേഖലയ്ക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു ആദരവ് നൽകിയത്. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് സ്പോൺസർ ചെയ്ത 1001 രൂപ ക്യാഷ് അവാർഡും യൂണിഫോമും സമ്മാനങ്ങളും വനിതാ സാരഥികൾക്ക് നൽകി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ 23 വനിതാ സാരഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളായ അശോകൻ, ബാബു, റോഷൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ സ്ത്രീ സമൂഹം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഇന്നും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഉദയ സുകുമാരൻ KSSPA കുണ്ടറ നിയോജകമണ്ഡലം വനിതാ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മുതിർന്ന വനിതാ ഫോറം അംഗങ്ങൾ, കവയത്രി കസ്തൂരി ഭായ് എന്നിവരെ ആദരിച്ചു. വനിതാ ഫോറം പ്രസിഡന്റ് സൂസമ്മ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലക്ട്രീഷ മാർട്ടിൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ, കുണ്ടറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഉഷ, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി S സരളാകുമാരിയമ്മ, ജോയിൻറ്റ് സെക്രട്ടറി S മണിയമ്മ, കസ്തൂരിബായി, ലിസിമോൾ, ജോളി, ആച്ചിയമ്മ കോശിപ്പണിക്കർ എന്നിവർ സംസാരിച്ചു. പുനക്കന്നൂർ ദേശസേവിനി ഗ്രന്ഥശാല വനിതാവേദിയുടെയും സാക്ഷരതാ മിഷൻ വികസന വിദ്യാ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണവും വാർഷികവും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ജസീന മുഖ്യപ്രഭാഷണം നടത്തി. K ബിജു, S മണികണ്ഠൻപിള്ള, ഷാഹുൽ ഹമീദ്, ഉണ്ണികൃഷ്ണപിള്ള, പ്രേരക്, L ഷീബ, S രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുനക്കന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും വനിതാവേദിയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനവും ഗ്രന്ഥശാലയിലെ വനിതാ വയോജന പുസ്തക വിതരണത്തിൻ്റെ 17ാം വാർഷികവും ആചരിച്ചു. വനിതാവേദി പ്രസിഡന്റ് സിന്ധു മുരളി അധ്യക്ഷത വഹിച്ചു. വനിതാവേദി സെക്രട്ടറി റജീന സജീവ് സ്വാഗതം പറഞ്ഞു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം S ശോഭന യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2025 ബാലസാഹിത്യ അവാർഡ് ജേതാവ് കവയത്രി ഫില്ലിസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് J വിജയകുമാർ, സെക്രട്ടറി N പ്രഭാകരൻപിള്ള, വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, ബൈജു പുനക്കന്നൂർ, SN വനിതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PA പവിത്ര, ഗ്രന്ഥശാല കമ്മിറ്റി അംഗം ശിശിര MS എന്നിവർ സംസാരിച്ചു. വനിതാ ലൈബ്രറിയൻ VS ബിജി നന്ദി പറഞ്ഞു. ചെറുമുള് ഗ്രന്ഥകരയിലെ ഗൃഹലക്ഷ്മി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിച്ചു. പ്രസന്ന പിള്ള ഉദ്ഘാടനം ചെയ്തു. D രേണുക, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം B മോഹനചന്ദ്രൻ പിള്ള, കൃഷ്ണ അനിൽ, സുശീല മദനൻ, R രാധാകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. വനിതാവേദി അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുണ്ടറ ഏരിയ കമ്മിറ്റി വനിതാ ദിന റാലിയും യോഗവും സംഘടിപ്പിച്ചു. വർക്കിംഗ് വുമൺ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ കൺവീനർ KG ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സുജാത മോഹൻ അധ്യക്ഷത വഹിച്ചു. കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സത്യദേവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം B വിനിതകുമാരി, ജൂലിയറ്റ് നെൽസൺ, ഏരിയ പ്രസിഡന്റ് IM ഇന്ദുലേഖ, B യശോദ, S ശരണ്യ, ബിന്ദുകുമാരി, ജലജ ഗോവൻ, ഗിരിജ എന്നിവർ സംസാരിച്ചു. കുമ്പളം പബ്ലിക് ലൈബ്രറിയിൽ വനിതാ ദിനാചരണം മുൻ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അശ്വതി ചന്ദ്രൻ വനിതാ ദിന സന്ദേശം നൽകി. സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ജേതാവ് കവയത്രി ഫില്ലിസ് ജോസഫ് തൻ്റെ പുതിയ കൃതിയായ J മേഴ്സിക്കുട്ടിയമ്മയുടെ ജീവചരിത്രത്തിൻ്റെ ടീസർ പ്രകാശനം ചെയ്തു. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട അനിത സുരേഷ്, ജസ്മിൻകുട്ടി എന്നിവരെ ആദരിച്ചു. സാലറ്റ് റോയ്, വിജയമ്മ ജസ്റ്റിൻ, സുജ ജോൺസൺ, ജെറി ജീവ, ബിന്ദുമോൾ, ഷൈനി, അലീന, ബീന, സൂസി എന്നിവർ സംസാരിച്ചു. കിഴക്കേക്കള്ള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൻ്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനാഘോഷം സ്ത്രീ ജ്വാല 26 എന്ന പേരിൽ ഘോഷയാത്ര ജ്വാല തെളിയിക്കൽ വനിതാ ദിന സന്ദേശം എന്നിവ നടത്തി. CDS ചെയർപേഴ്സൺ രജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിന സന്ദേശവും പ്രതിജ്ഞയും പ്രമുഖ സാഹിത്യകാരിയും അധ്യാപികയുമായ വിജയലക്ഷ്മി നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സിബിൾ ബാബു, ഗീത സജീവ്, മെമ്പർമാരായ സുപ്രിയ, അഡ്വക്കേറ്റ് അനൂജ B ഗോപാൽ, അമ്പിളി രഞ്ജിത്ത്, CDS അംഗങ്ങളായ സിനി, മല്ലിക, ശ്രീകുമാരി, ലതിക, അശോകൻ, ജയലത, മേരിക്കുട്ടി, സുധ, ഉഷാകുമാരി, ഷീനി, ബീന എന്നിവർ സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ഷീജ സ്വാഗതവും മെമ്പർ സെക്രട്ടറി G ശങ്കരൻകുട്ടി നന്ദിയും.
അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപവത്കരിച്ചു. കൊല്ലം എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ സഹായത്തോടെ കുണ്ടറ ഗ്രാമപഞ്ചായത്ത് മുളവന നളന്ദ പബ്ലിക് ലൈബ്രറിയും ചേർന്ന് ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. ലഹരിക്കെതിരെ നാടിൻ്റെ പോരാട്ടം എന്ന പേരിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സരിനി അനിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് അംഗം കീർത്തി രാധാകൃഷ്ണൻ, നളന്ദ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എസ് സുജയ് കുമാർ, സെക്രട്ടറി ഡി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. കൊല്ലം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എസ് അനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. യോഗാമൃതം സൗഹൃദ സംഗമം നടത്തി. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ കുണ്ടറ ഗ്രാമപഞ്ചായത്ത് മുളവന 1-ാം വാർഡിൽ യോഗാമൃതം പദ്ധതിയിൽ ആദ്യ ബാച്ച് വിജയകരമായി പൂർത്തിയാക്കി. യോഗാ പരിശീലനം നേടിയവരുടെ സൗഹൃദ സംഗമം വനിതാ ദിനാചരണവും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സരിനി അനിലിൻ്റെ അധ്യക്ഷത വഹിച്ചു. CDPO എസ് റാണി, ICDS സൂപ്പർവൈസർ ദീപ റാണി, SSLPS ഹെഡ് മിസ്ട്രസ് വി ശ്രീലത, മുൻ പഞ്ചായത്ത് അംഗം ജി അനിൽകുമാർ, യോഗാ പരിശീലക ടെലീന, ADS ചെയർപേഴ്സൺ ലിസി സാം, CDS അംഗം ഗ്രേസി ഷാജി, വൈ റോയി, KM ഫിലിപ്പ്, സുജ രാജു, ശിവ എബി, കമലമ്മ എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9411119980. സീനിയർ സിറ്റിസൺ സെമിനാർ. സീനിയർ സിറ്റിസൺ അംഗങ്ങളുടെ അറിവുകളും കഴിവുകളും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്താൻ YMCA പോലുള്ള പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് സീനിയർ സിറ്റിസൺ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സോമപ്രസാദ്. YMCA കേരള റീജിയൻ സീനിയർ സിറ്റിസൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടറ YMCAയിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള റീജിയൻ സീനിയർ സിറ്റിസൺ കമ്മിറ്റി ചെയർമാൻ KG മാമച്ചൻ അധ്യക്ഷത വഹിച്ചു. കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജയൻ മാത്യു, റവറൻ ഫാദർ അലക്സ് P. ജോൺ, റവറൻ വർഗീസ് കോശി, PM തോമസ് കുട്ടി, ജോർജ് കോശി, TK ജേക്കബ്, M. തോമസ് കുട്ടി, ജോൺ വർഗീസ് പുത്തൻപുര, ഫിലിപ്പ് വർഗീസ്, ഫിലിപ്പ് ജോൺ, M. കുഞ്ഞച്ചൻ,
ജെസി, അന്ന ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് 1 മാസം 1 ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യമായി കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ച യാത്ര ഇപ്പോൾ 27ാമത്തെ ഹ്രസ്വചിത്രത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിന് ഞങ്ങളെ സഹായിച്ച വളരെ വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കളുണ്ട്. ഒപ്പം ധാരാളം നല്ല മനുഷ്യരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ പ്രാവശ്യം സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ 27ാമത്തെ ഹ്രസ്വചിത്രം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. മനോഹരം. തീർച്ചയായിട്ടും ആ സിനിമ നിങ്ങളത് കാണണം. 6 മിനിറ്റ് മാത്രമുള്ള കൊച്ചു സിനിമ നിങ്ങൾ കാണണമെന്നും, കണ്ടിട്ടില്ല സുഹൃത്തുക്കൾ ഇന്ന് തന്നെ കാണണമെന്നും എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ആ സിനിമയൊന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നാളെ രാത്രിയിൽ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.